വെള്ളോട്ട് കണ്ണൻ. കഥ എഴുതിയത് സരിത സുലോചന. വടക്ക് നിന്ന് വണ്ടി കയറി വരാറുള്ള കിറുക്കൻ ഇന്നും വന്നിട്ടുണ്ട്. മുറ്റത്തെ തുളസിത്തറയ്ക്ക് ചോട്ടിലെ അയാൾ എന്നും ഇരിക്കും. എത്ര പറഞ്ഞാലും കോലായിലേക്ക് കയറുകയോ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കുകയോ ചെയ്യില്ല. ഇതിനകം എത്ര തവണ വന്നു അയാൾ? എന്നും പറയുന്നത് ഒരേ കാര്യം, ചെയ്യുന്നതും ഒരേ കാര്യം. മെയിൽ വണ്ടിക്ക് തല വെച്ചാൽ ചത്തുപോവൂലേ? അയ്യയ്യോ, തല പൊട്ടിത്തെറിക്കൂലേ? ഉടലും കൊണ്ട് വണ്ടി തെക്കോട്ട് പോവൂലേ? തെറിക്കും 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 എന്ന് 3 തവണ പറഞ്ഞ് തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വയ്ക്കും. അമ്മമ്മയുടെ മുണ്ടിൻ്റെ കോന്തല പിടിച്ച് പാതി മറിഞ്ഞ് അയാളെയും നോക്കി നിൽക്കുകയാവും കുഞ്ഞു ദേവൂട്ടി. പയ്യെ അവളുടെ അടുത്തു വന്ന് അവൾ ഒറ്റക്കൈയിൽ തൂക്കിപ്പിടിച്ചിരിക്കുന്ന വെള്ളോട്ട് കണ്ണനെ ചൂണ്ടി, ദേവൂട്ടിയെ, തീവണ്ടി കാണാൻ പോവല്ലേ, പോയാൽ ഇവനെ പോലാവും എന്ന് പറഞ്ഞ് മിണ്ടാതെ കയ്യാലെ ഇറങ്ങി നടന്നു മറയും. അയാൾ തന്നെ എന്നോ അവൾക്ക് കൊടുത്തതാണ് വെള്ളോട്ട് കണ്ണനെ. ആദ്യം കണ്ടപ്പോൾ അവളുടെ അച്ഛൻ എന്തിനീ അശ്രീകരത്തെ വാങ്ങി എന്ന് അവളെ വഴക്കു പറഞ്ഞെങ്കിലും പിന്നീട് അതിനോട് ദേവൂട്ടിയെപ്പോലെ എല്ലാവർക്കും പ്രിയമായി. പുരാവസ്തുവാണ്, വെച്ചോളൂ എന്ന് പറഞ്ഞ് നന്ദേച്ചി അവളെ കളിയാക്കുമ്പോഴൊക്കെ അവൾ പറയും, ഇവൻ പാവല്ലേ, ഇവൻ്റെ ഒരു കാലും ഒരു കൈയും മുറിഞ്ഞതല്ലേ. അതെ, വെള്ളോട്ട് കണ്ണന് വലത് കാലും ഇടത് കൈയും മാത്രമേയുള്ളൂ. കണ്ണുകളിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് വെറും ഒരു കുഴിയും. അതിൽ കുഞ്ഞു വിരലിട്ട് തടവി അവൾ പറയും, കരയണ്ടാട്ടോ, ചെറിയച്ഛൻ വന്നാൽ മരുന്ന് പുരട്ടിത്തരാം. അവളുടെ ചെറിയച്ഛൻ കമ്പൗണ്ടറാണ്. എല്ലാവർക്കും അയാളെ വലിയ ഇഷ്ടവുമാണ്. പക്ഷേ നന്ദേച്ചിക്ക് മാത്രം അയാളെ പേടിയാണ്. അയാളുടെ ശബ്ദം കേൾക്കുമ്പോഴേ നന്ദേച്ചി വേലി കടന്ന് തൻ്റെ വീട്ടിലേക്ക് ഓടും. അവൾ അയൽപ്പക്കത്തെ കുട്ടിയല്ലേ, എങ്കിലും അവൾ അറിയാതെ അവളെ തനിച്ച് കിട്ടുമ്പോൾ ചെറിയച്ഛൻ അവളെ ചേർത്ത് പിടിക്കും. ചുണ്ടത്തെ എരിയുന്ന സിഗരറ്റിൽ നിന്ന് പുകയെടുത്ത് അവളുടെ മുടിച്ചുരുളുകൾ വിടർത്തി അതിലേക്ക് ഊതിവിടും. മുടിയിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന പുകപ്പറവകളെ നോക്കി നിൽക്കാൻ ദേവൂട്ടിക്കും കൗതുകം തന്നെ. പക്ഷേ നന്ദേച്ചി കരയും. അപ്പോൾ ചെറിയച്ഛൻ പറയും, ഈ നന്ദേച്ചി എന്താ ഇങ്ങനെ, ഇവളെന്താ വെണ്ണയാണോ? വെണ്ണയല്ലെന്ന് ദേവുവിനും അറിയാം. തൊട്ടാൽ ഉരുകിപ്പോകുന്ന വെണ്ണ എത്ര തവണ അവൾ കണ്ടിരിക്കുന്നു. ചെറിയച്ഛനും അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ ദേവൂട്ടീനെയും കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. എന്നിട്ട് ദേവൂട്ടി കരയാറില്ലല്ലോ. ചെറിയച്ഛൻ പറയുന്നത് ശരിയാണെന്ന് അവൾ തലകുലുക്കും. ചിലപ്പോൾ അവളും ആരും കാണാതെ നന്ദേച്ചിയോട് ചോദിക്കും, ഈ നന്ദേച്ചി എന്താ ഇങ്ങനെ? അവളെ ചേർത്ത് പിടിച്ച് കരയുകയല്ലാതെ നന്ദേച്ചി ഒന്നും പറയാറില്ല. പക്ഷേ അന്ന് പറഞ്ഞു, ഇനി നന്ദേച്ചി കരയില്ല, നിന്റെ ചെറിയച്ഛനെ ഒരു ദിവസം പോലീസ് പിടിക്കും, അന്ന് ഞാൻ അങ്ങ് ദൂരെ ഇരുന്ന് ചിരിക്കും. വടക്ക് നിന്ന് വണ്ടി കയറി വരാറുള്ള കിറുക്കൻ പറഞ്ഞത് ശരിയായിരുന്നു. നന്ദേച്ചിയെ പായയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നപ്പോൾ അമ്മമ്മ പറഞ്ഞു, തല കിട്ടിയില്ല പോലും, കാലും കൈപ്പത്തികളും അറ്റുപോയെന്ന് കേട്ടു. ആ ദിവസം ദേവൂട്ടി വെള്ളോട്ട് കണ്ണനെ തൊട്ടതേയില്ല, നോക്കിയതുപോലുമില്ല. പിന്നീട് ദിവസങ്ങളോളം പാളങ്ങളെ ഞെരിച്ച് തീവണ്ടി കൂകിപ്പായുന്നത് കേട്ട് ദേവൂട്ടി പേടിച്ച് വിറച്ചിട്ടുണ്ട്. കാലം തുന്നിയെടുത്ത മറവിയുടെ തൂവാലയിൽ കണ്ണീര് തോർത്തി ദേവൂട്ടിയെപ്പോലെ മറ്റെല്ലാവരും ജീവിതത്തിൻ്റെ നേർപ്പാളത്തിലേക്ക് കയറിയിരുന്നു. വടക്ക് നിന്ന് വണ്ടി കയറി വരാറുള്ള കിറുക്കൻ പിന്നെ വന്നപ്പോഴൊക്കെ തീർത്തും മൗനിയായിരുന്നു. നന്ദേച്ചിയുടെ അമ്മയുടെ തലവെട്ടം കണ്ടാൽ മാത്രം ഏങ്ങലടിച്ച് മൂക്കു പിഴിഞ്ഞ് മുണ്ടിൽ തുടച്ച് ആരും കേൾക്കാത്ത ശബ്ദത്തിൽ എന്തോ പറഞ്ഞ് നടന്നു മറയും. ക്രമേണ അയാളും ആർക്കും പിടിതരാത്ത ശൂന്യതയിലേക്ക് മറഞ്ഞുപോയി. എങ്കിലും വെള്ളോട്ട് കണ്ണനും തീവണ്ടിയും മാറ്റങ്ങളില്ലാത്ത സത്യങ്ങളായി തുടർന്നു. അർത്ഥശൂന്യതയിൽ നിന്ന് നന്ദേച്ചിയുടെ അർത്ഥങ്ങളിലേക്ക് ദേവൂട്ടിയും വളർച്ചയുടെ വഴിയിലായി. ചില നേരങ്ങളിൽ അവൾ അവളോട് തന്നെ ചോദിച്ചു, ഈ ചെറിയച്ഛൻ എന്താ ഇങ്ങനെ? നന്ദേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോഴൊക്കെ അവൾ കൊതിച്ചു. കാലം കലി തുള്ളി തിമിർക്കുന്ന ഒരു രാത്രിയിൽ
അവളെ ചുമലിലെടുത്ത് ചെറിയച്ഛൻ മഴയിലേക്കിറങ്ങി. മൂക്കും വായുമടക്കം പിടിച്ച ബലിഷ്ഠങ്ങളായ വിരലുകൾ ഇളക്കിയകറ്റാൻ അവൾക്കായില്ല. അവളുടെ അമർത്തിയുള്ള മൂളലും വണ്ടിയുടെ അലർച്ചയും അന്നത്തെ മഴയിൽ നനഞ്ഞു കുതിർന്നു പോയിരുന്നു. രാവിലെ പാടത്ത് അറ്റുകിടന്ന കൈകളിൽ വെള്ളോട്ട് കണ്ണനുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന വലതുകാലും ഇടതുകൈയും ഒറ്റക്കണ്ണും വണ്ടിച്ചക്രങ്ങൾ ദൂരേക്കെങ്ങോ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. പോലീസ് ജീപ്പിൽ ചെറിയച്ഛനെ കയ്യാമം വെച്ച് കയറ്റുന്നത് നന്ദേച്ചിയും ദേവൂട്ടിയും ദൂരെ ഇരുന്ന് കണ്ടു കാണുമോ?